എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ റോബിൻ ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, നിങ്ങളുടെ ടീമിൽ ഇപ്പൊ എത്ര പേരുണ്ട്? അതിന് ലൂഫി, ഞങ്ങളിവിടെ മൊത്തം 5 പേരുണ്ടെന്ന് പറയും. കിങ് റിങ്കുവും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോൾജേഴ്സിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. കാരണം അവരുടെ ഫേവറേറ്റ് കിങ് ആണ് റിങ്കു കിങ്. ഇത് ഞങ്ങൾക്ക് തിരികെ കിട്ടിയെന്ന് പറഞ്ഞ് അവരിപ്പോ തുള്ളിച്ചാടുകയാണ്. റോബിനാണെങ്കിൽ അവളുടെ ടീമിലുള്ള ആൾക്കാരുടെ പേര് പറയാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും കാവളയും നമ്മുടെ സാബുവും അവർ രണ്ടുപേരും എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് 2 ദ്രവത്തിലേക്ക് പോവാണ്. ഉടനെ റോബിൻ ഇപ്പൊ ബാക്കിയുള്ളവരുടെ പേര് ലൂഫിയോട് പറയും. കട്ട് ചെയ്ത ഇവിടെ ട്രഫാർഗറിലോ അവൻ ലൂഫിയോട് പറയും, നമ്മളുടെ ഏക ലക്ഷ്യം ആ സ്മൈൽ ഫാക്ടറി തകർക്കുക എന്നതായിരുന്നു. സ്മൈൽ ഫാക്ടറി തകർന്നാൽ തീർച്ചയായിട്ടും കൈഡോ ഡോഫ്ലമിംഗോയെ വെറുതെ വിടില്ല. അവൻ തീർച്ചയായിട്ടും ഡോഫ്ലമിംഗോയെ കൊല്ലും. പക്ഷെ ഇപ്പൊ നീ ചെയ്യാൻ പോകുന്നത് സ്മൈൽ ഫാക്ടറിയും തകർത്ത് ആ ഡോഫ്ലമിംഗോയെയും കൊല്ലാനാണ്. അങ്ങനെ സംഭവിച്ച കൈഡോ അവൻ നമുക്ക് നേരെ തിരിയും. ആ 4 എംബറേഴ്സ് പിന്നെ നമ്മളെ ആയിരിക്കും ലക്ഷ്യമിടുക. അവരുടെ മുൻപിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ലൂഫി ഉടനെ ഐലാൻഡ് ഇപ്പൊ അവന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. നീ ഇത് കാണുന്നില്ലേ, ഈ ഐലാൻഡ് അത് നമ്മൾ ഇങ്ങനെ വിട്ടിട്ട് പോയ ആ ഡോഫ്ലമിംഗോ ഇവിടെയുള്ളവരെ ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല. എന്നെ കൊണ്ട് ഒരിക്കലും അത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ലൂഫി തീർത്തു പറയും. അതേസമയം ഗ്രാമത്തിലുള്ള എല്ലാവരും ആ 12 പേരെ അന്വേഷിച്ച് പല ഭാഗത്തേക്ക് പോവാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി വെറും 12 പേരെ ത്യാഗം ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ അവരുടെ വാദം. എങ്ങനെ പോയാലും അവരെ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് ഓരോരുത്തരും ഗ്രൂപ്പായിട്ട് ഓരോ ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോവും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ ഡോഫ്ലമിംഗോയുടെ കൺട്രോളിലുള്ള എല്ലാവരെയും നേവി ആൾക്കാർ ഇപ്പൊ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ഇപ്പോ അസിസ്റ്റന്റ് വാർലോഡിനോട് പറയും, നമ്മൾ എത്രയും വേഗം ആ സ്ട്രോഹാർ ലൂഫിയെയും ട്രഫാർഗർലോയെയും അവർ 2 പേരെയും കണ്ടുപിടിക്കണം. അസിസ്റ്റന്റ് വാർലോഡിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മാസ്റ്റർ എന്തായി പറയണേ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന അതാ ഡോഫ്ലമിംഗോ ആണ്. അവനാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയത്. സോ അവനെ കണ്ടെത്തി തല്ലിക്കൊല്ലാനുള്ളതിന് വീണ്ടും വീണ്ടും നമ്മൾ എന്തിനാ സ്ട്രോഹാറിന്റെ പിന്നാലെ പോകുന്നതെന്ന് അവൻ ചിന്തിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ വയലറ്റിനെ കാണിക്കും. അവളാണെങ്കിൽ ട്രഫാർഗർലോയെ അൺലോക്ക് ചെയ്യാനുള്ള ആ കീ അത് അവിടെ എവിടെയോ അവളുടെ കയ്യിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ആ സമയം ലൂഫി അവൻ ഒരു കയ്യില് ട്രഫാർഗർലോയെയും മറ്റൊരു കയ്യില് സോറോയും താങ്ങിയെടുത്ത് ഇപ്പോ ഡോഫ്ലമിംഗയെ ലക്ഷ്യമാക്കി ഓടും. മറ്റൊരു ഭാഗത്ത് ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോഴും ഒരുപാട് പേര് മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നേവിക്കാർക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ഇത്രയും നാളും ടോയ്സ് ആയിട്ട് ബേസ്മെന്റിൽ ആ സ്മൈൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്തവരാണെന്ന്. അവരാരൊക്കെയാണെന്ന് അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. സോൾജിയേഴ്സ്, പൈററ്റ്സ്, സാധാരണ ജനങ്ങൾ, കുറച്ച് ആനിമൽസ്, അങ്ങനെ ഒത്തിരി പേര് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ആ അണ്ടർഗ്രൗണ്ട് കാണിക്കും. അവിടെ കോള അവളാണെങ്കിൽ അവിടെയുള്ള ചില സാധനങ്ങളൊക്കെ തപ്പിപ്പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു പ്രത്യേകതരം ലോഗോ കണ്ടെത്തും. വിക്സ്കാട്ട് ഐലാൻഡിന്റെ ഒരു സ്റ്റിക്കർ ആയിരിക്കും അവിടെ കാണുക. അവര് പൈററ്റ് ഷിപ്പിൽ ഇവിടേക്ക് വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള വെപ്പൻസ് എല്ലാം തന്നെ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടാണ് അവിടെ സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നത്. ഒരുപാട് രാജ്യത്തെ കപ്പലുകൾ ഇവിടേക്ക് വന്ന് ആയുധങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. ഈ എവിഡൻസ് അത് പുറം ലോകം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ കപ്പൽ കത്തിക്കാനായിട്ട് റെഡി ആവുമായിരിക്കും. അവൾ ലൈറ്റർ കത്തിച്ച് കപ്പലിന്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴായിരിക്കും 2 പേര് അവളുടെ മുൻപിലേക്ക് വരുന്നത് അവൾ കാണുക. അവരാണെങ്കിൽ ടെൻഷനായിട്ട്, നീ ആരാ, നീ എന്തിനാ കപ്പൽ കത്തിക്കാൻ നോക്കണേ? ഒരു കാരണവശാലും ഒന്നും ഞങ്ങൾ നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരോടി വരുമ്പോഴേക്കും അവരച്ചരം പൊച്ചരം അറ്റാക്ക് ചെയ്യും. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില എവിഡൻസ് അതങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ മേനാടിനെ കാണിക്കും. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിന്റെ അടുത്തേക്ക് വന്ന് പറയും, ഇതിനെല്ലാം കാരണക്കാരൻ ആ ഡോഫ്ലമിംഗോ ആണ്. അവനെ ഇനി വാർലോഡായിട്ട് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവനെ എത്രയും വേഗം കൊല്ലണം. അതിനാള് പറയും, ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് വർഷങ്ങളായി നേവി ചിന്തിക്കുകയാണ്. നീയും വൈസ് അഡ്മിറലായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ലേ? പക്ഷെ ആരെ കൊണ്ടും അവനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് ഈ നേവിയോട് പോലും ഇപ്പൊ ഒരുപാട് ദേഷ്യം തോന്നുന്നു പറഞ്ഞ് ആളാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിൽ പല്ല് കടിക്കും. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൂഫിയെ കണ്ടു മടുത്തോ? ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമല്ലാത്ത, കാണാൻ ഇഷ്ടമല്ലാത്ത ആരും തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല അല്ലേ? എങ്കിൽ ഫുട്ബോൾ പ്രേമികൾക്കും ഇനി ഫുട്ബോൾ പ്രേമി ആവാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഒരു അടിപൊളി സീരീസ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഈ പവർഫുൾ ബ്ലൂ ലോക്ക് സീരീസ് തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ കാണണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇപ്പൊ ഡോഫ്ലമിംഗോയും അവന്റെ അസിസ്റ്റൻസും അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടി നിൽക്കുകയാണ്. ഡോഫ്ലമിംഗോ പറയും, നിങ്ങൾ ആരും ആവശ്യമില്ലാതെ ആ ഫാക്ടറി ഓർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അത് മുഴുവനായിട്ടും ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ പ്രിസൺ
സ്റ്റോൺ കൊണ്ട് മാത്രമാണ്. സോ ആർക്കും അത് തകർത്ത് അകത്തേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ഒരേ ഒരു വഴി മാത്രമാണ് ഉള്ളത്. അത് ഈ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് പോവുക എന്നൊരൊറ്റ ഓപ്ഷൻ. പക്ഷെ ഇത് എന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോ പൊട്ടിച്ചിരിക്കും. അപ്പൊ വേറൊരുത്തനാണെങ്കിൽ ഇപ്പൊ ഷുഗറിനെ നോക്കി ട്രബോളിനെ ചീത്ത വിളിക്കും. നീ എപ്പോഴും ഇവളുടെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്, പിന്നെ എന്തുകൊണ്ട് നിനക്ക് ഈ കുഞ്ഞിപ്പെണ്ണിനെ ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല? അതിന് ട്രബോളിന് കൺട്രോൾ പോവും. നിങ്ങൾ കരുതും പോലെ അവൾ ചെറിയ പെൺകുട്ടിയൊന്നും അല്ല. അവളും ഒരു വലിയ പെൺകുട്ടി തന്നെയാണ്. അവൾ അവളുടെ പവർ ഉപയോഗിച്ചാണ് ഇതുപോലെ കുഞ്ഞിപ്പെണ്ണായിട്ട് എപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ എന്റെ കയ്യിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് അവളെ ശ്രദ്ധിച്ചില്ല. ആ ഉസോപ്പിന് അത്രയും പവറൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ഡേമണ്ടയോട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ആ ഡെവിൾ ഫ്രൂട്ട് അത് വിട്ടുകൊടുത്തേ? അതിനവൻ പറയും, ഞാൻ വിട്ടുകൊടുത്തതല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ആ റെവല്യൂഷണറി ആർമിയിലെ സാബോയെ ഞാനത് ലൂഫിയാണെന്ന് കരുതിയാണ് ഫൈറ്റ് ചെയ്തത്. പക്ഷെ അവസാനം ഇങ്ങനെ ഒരു വമ്പൻ ട്വിസ്റ്റ് അവൻ എനിക്ക് നേരെ തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് കേട്ട് ലാവോജി അവനാണെങ്കിൽ ഇപ്പൊ അവരെ രണ്ടുപേരെയും ചീത്ത പറയാണ്. പക്ഷെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, അതൊന്നും കാര്യാക്കണ്ട, സംഭവിച്ചതൊക്കെ ഓൾറെഡി സംഭവിച്ചു. സോ ഇനിയുള്ള കാര്യങ്ങൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധയോട് വേണം ഹാൻഡിൽ ചെയ്യാൻ. നമുക്ക് മറ്റൊരു വലിയ തലവേദനയുണ്ട്. അത് ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറാണ്. ആൾ എന്നെ ചലഞ്ച് ചെയ്തിരുന്നു. ഈ പ്രശ്നത്തിലെല്ലാം ശേഷം അവൻ എന്നോട് ഏറ്റുമുട്ടണമെന്ന്. സോ ഈ ഒരു ബഹളത്തിനിടയിൽ അവനെയും തീർത്ത് കളയണം. അവൻ പുതുതായിട്ടാണ് ഇപ്പൊ ഈ വാർലോഡ് സ്ഥാനം ഏറ്റെടുത്തത്. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവന്റെ ഒരു കാൽക്കുലേഷനും നടക്കാനായിട്ട് പാടില്ല. അവനൊരു ബ്ലൈൻഡ് മാൻ ആണെങ്കിലും അവൻ ഒരുപാട് പവറും കഴിവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നേവിയിലെ ഒരു വാർലോഡായിട്ട് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞ് അവരിപ്പോ ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. അപ്പോരേല അതങ്ങനെ പറന്ന് ആ സ്ട്രിങ്ങിനെ ക്രോസ് ചെയ്ത് അത് രണ്ടായിട്ട് മുറിഞ്ഞു പോവാണ്. മറ്റൊരു ഭാഗത്ത് ആ നേവി സോൾജേഴ്സ് ആണെങ്കിൽ അവരിപ്പോഴും കൺട്രോൾ ഇല്ലാതെ അലയുന്നവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് ചെയിൻ വെച്ച് ലോക്ക് ചെയ്യും. ബാക്കിയുള്ളവരാണെങ്കിൽ ലൂഫിക്കും ട്രഫാർഗർ ലോയ്ക്കും വേണ്ടി ചുറ്റും മുഴുവൻ ഓടി നടക്കുകയാണ്. ഡോഫ്ലമിംഗോയുടെ ബാക്കി അസിസ്റ്റൻസിനാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര അത്ഭുതം. ഇവരിപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. അതാണ് എനിക്കൊന്നും മനസ്സിലാവാതെന്ന് പറഞ്ഞ് അവൻ നേവിക്കാരെ നോക്കി കളിയാക്കും. ആക്ച്വലി ഇവരെല്ലാവരും ഇപ്പൊ അന്വേഷിക്കുന്നത് ഫ്രാങ്കിയാണ്. അവർക്ക് ആവശ്യം ഫ്രാങ്കിയെ തന്നെയാണ്. ഫ്രാങ്കി അവനെവിടെ പോയി? ഇനി ഒരു പക്ഷേ മാസ്റ്റർ ഡോഫ്ലമിംഗോ ആള് പറഞ്ഞതനുസരിച്ച് നേവിക്കാരോ അല്ലെങ്കിൽ ഐലാൻഡിലുള്ള ജനങ്ങളോ അവനെ തല്ലിക്കൊന്നിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോലി പകുതി കുറഞ്ഞു. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ഫ്രാങ്കി അവനാണെങ്കിൽ തലയിൽ ഒരു തുണിയൊക്കെ പൊതച്ച് ഓടുകയാണ്. ഫ്രാങ്കിയുടെ ലക്ഷ്യം അതൊന്നേ ഒന്നാണ്, ആ ഒരു സ്മൈൽ ഫാക്ടറി അതെങ്ങനെയെങ്കിലും തകർക്കണം. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ ട്രഫാർഗർ ലോയെയും സോറയും തൂക്കിയെടുത്ത് ആ വില്ലന്മാരുടെ നടുവിലേക്ക് അങ്ങനെ എടുത്തു ചാടി വരികയാണ്. ലൂഫി ആണെങ്കിൽ പതിവ് പോലെ അവന്റെ വയറൊക്കെ വീർപ്പിച്ച് സേഫ് ആക്കി അവർ രണ്ടുപേരെയും താഴെ ഇറക്കും. പക്ഷെ എന്താ, നേവിക്കാര്, ആ വില്ലന്മാര്, അവിടെയുള്ള ജനങ്ങള്, അങ്ങനെ എല്ലാവരും നമ്മുടെ ആൾക്കാരെ 3 പേരെയും ഗണ്ണൊക്കെ വെച്ച് റൗണ്ട് ചെയ്യാണ്. ട്രഫാർഗർ ലോയ ആണെങ്കിൽ ലൂഫിയോട് പറയും, എന്റെ ഹാൻഡ് കഫ് അത് നീ അഴിച്ച അടുത്ത നിമിഷം എന്റെ കൈകൊണ്ട് ഞാൻ നിന്നെ കൊല്ലും. ലൂഫി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. സോറോ പറയും, ഇപ്പൊ ഈ ഐലാൻഡിന്റെ ഒരു ഭാഗത്തും നമുക്ക് ഇറങ്ങാനായിട്ട് കഴിയില്ല. എല്ലായിടത്തും നമ്മളെ ആൾക്കാർ പിടിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ ഡെലിഞ്ചർ അവനങ്ങനെ ചാടി വന്ന് ലൂഫിയെ പിടിക്കാനായിട്ട് നോക്കും. ലൂഫി ആണെങ്കിൽ ഉഷാറായിട്ട് ഓടുകയാണ്. ട്രഫാർഗർ ലോ അവരുടെ ഓരോരുത്തരുടെയും പവർ ലൂഫിക്ക് പറഞ്ഞു കൊടുക്കും. ഒരു ജയന്റ് മാൻ എടുത്തു ചാടി ലൂഫിയുടെ നേർക്ക് വീഴും. ലൂഫി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷെ എന്താ, അവന്റെ കാല് മാത്രം അവന്റെ ബോഡിക്കടിയിൽ സ്റ്റക്കായി പോവും. ആ ഗ്യാപ്പിൽ ഡെലിഞ്ചർ ലൂഫിക്ക് നേരെ ഓടി അടുക്കും. അവനെ സോറോ ആണെങ്കിൽ ദൂരേക്ക് ചവിട്ടി തെറിപ്പിക്കും. അവനാണെങ്കിൽ തെറിച്ചു പോയി ഇപ്പൊ ആ ജയന്റിന്റെ നിതംബത്തിൽ ആഞ്ഞിട്ടിക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരവിടുന്ന് ചാടി എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കും. ഒരുപാട് ആൾക്കാർ ഇപ്പൊ അവരെ റൗണ്ട് ചെയ്ത് ഓടി വരികയാണ്. അവർക്കെല്ലാം പിന്നാലെ ഇപ്പോ ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളവിടേക്ക് കടന്നു വരും. ആളെ കണ്ട് ലൂഫിയും സോറോയും അവർ രണ്ടുപേരും ഒരുപോലെ ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.